أقبل صومنا برفقة محمد والدرس وضوء برفقة محمد صلى الله عليه وسلم وصية الرسول عليه الصلاة والسلام. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കിണറുകളിൽ ഒന്നാണ് ഈ കിണർ. ബീർ അൽ കർസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ തെക്ക് ഭാഗത്തും മസ്ജിദുൽ കുബയിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ കിഴക്കുമായാണ് ഇത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളവും ഈ കിണറിൽ നിന്നായിരുന്നു. അതുകൂടാതെ നബിയുടെ വസിയത്ത് കൂടി ഉണ്ടായിരുന്നു. എന്റെ മരണശേഷം ഈ വെള്ളത്തിൽ എന്റെ ജനാസ കുളിപ്പിക്കണം എന്നുള്ളതായി. അടുത്തിടെ ഈ കിണർ നവീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ സ്ഥലം സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജിന്റെ നിയന്ത്രണത്തിലാണ്. സുരക്ഷാ കാരണം കൊണ്ട് ഈ കിണറിനെ ഒരു ഇരുമ്പ് ഗ്രിൽ കൊണ്ടാണ് ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ വരുന്ന ആൾക്കാർക്ക് ഒറ്റ ഗ്ലാസ് വെള്ളമാണ് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 6 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൺപാത്രം നമുക്ക് ഇവിടുന്ന് കിട്ടും. പഴയകാലത്ത് വായിച്ച മെറ്റീരിയലുകൾ എല്ലാം ഒറിജിനൽ സ്ട്രക്ചർ. വീടിൻ്റെ ഒറിജിനൽ രൂപമാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ വിവരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. കറക്റ്റായി എന്തൊക്കെയാണ് ഇവിടുത്തെ ഇതെല്ലാം വേണ്ട ലൈറ്റുകൾ, പഴയ കാലത്തുള്ള മെറ്റീരിയലുകൾ, വുഡ് കൊണ്ട് നിർമ്മിച്ച برفقة محمد والدرس ليك ووتر برفقة محمد والدرس وضوء برفقة محمد صلى الله عليه وسلم وصية الرسول عليه الصلاة والسلام. You understand? Now take water, garsuel, 2 and 1 is glass plastic. Second this buy 6 riyals. Okay, my brother. Okay. കിണർ ഒരെണ്ണത്തിന് 6 റിയാലാണ് ഇതിന്റെ വില. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണുള്ളത്. ഇതുപോലത്തെ ഗ്ലാസ്സിൽ നമുക്ക് എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല ഇവിടെ. കപ്പലിൽ വെള്ളമെടുത്ത് അപ്പം ഇതിന് വേണ്ടിയാണ് ആൾക്കാർ ഇങ്ങനെ ഇത്രയും തിരക്ക് കൂടുന്നത് ഇവിടെ. അവിടെ കൂടെ ഉള്ള എല്ലാവരും കുപ്പി ഇങ്ങനെ എടുത്ത് ഒഴിച്ചു ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ബോട്ടിൽ